ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് പ്ലേയേഴ്സ് അല്ലേ മെയിനായിട്ട് അങ്ങനെ പോവുക അങ്ങനത്തെ ഒരു കരിയറിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കിങ്ങനെ പ്ലേയിങ് കരിയറില്ലാത്ത ഒരാളെങ്ങനെ ഫുട്ബോളിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. അപ്പോൾ എൻ്റെ പേര് ഉജ്ജ്വൽ എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ കുന്നംകുളത്തുനിന്നാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് ഭയങ്കര പാഷനായിരുന്നു. ഭയങ്കര പാഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ്. അപ്പോൾ രാത്രി മാച്ചസ് ഇരുന്ന് കാണാൻ എവിടെ കളിക്കാൻ പറ്റുക അവിടേക്ക് പോയി കളിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ PG കഴിഞ്ഞതാണ് സോഷ്യൽ വർക്കിൽ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഈ പാഷൻ കരിയർ ആക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് പ്ലേയേഴ്സ് അല്ലേ മെയിനായിട്ട് അങ്ങനെ പോവുക അങ്ങനത്തെ ഒരു കരിയറിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കിങ്ങനെ പ്ലേയിങ് കരിയറില്ലാത്ത ഒരാളെങ്ങനെ ഫുട്ബോളിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസാണ്. ഞാൻ ശരിക്കും കൺഫ്യൂസായിരുന്നു. പിന്നെയാണ് നമ്മളിങ്ങനെ അറിഞ്ഞത് ഇപ്പോൾ കോച്ചസിന് കോച്ചിങ് എടുക്കാറിഞ്ഞാൽ പോരെ, എന്നിട്ടും പ്ലെയറായി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു തോട്ടേക്ക് ഞാൻ എത്തി. ഈ കോഴ്സ് വരുന്നത് സൗത്ത് ആംപ്റ്റണിലാണ്, UK സോളന്റ് യൂണിവേഴ്സിറ്റി. 1 ഇയർ കോഴ്സാണ് MSc ഫുട്ബോൾ പെർഫോമൻസ്. നമുക്ക് കോഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്ലെയേഴ്സും മാനേജേഴ്സും മാത്രമാണ് ഇതിൽ. അപ്പോൾ അതിൻ്റെ അപ്പുറം കുറേ ടെക്നീഷ്യൻസ് പരിപാടി കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ നമ്മളിപ്പോൾ കുറച്ച് മൊഡ്യൂൾസ് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോച്ചിങ് ഇൻസൈറ്റ്സ് ഉണ്ട്. അത് നമ്മളിപ്പോൾ കുറേ മോഡേൺ കോച്ചിങ് മെത്തേഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പ്ലെയർ കെയർ, നമ്മളിപ്പോൾ ഒരു പ്ലെയർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അയാളുടെ ഫിസിക്കലും ടാക്റ്റിക്കൽ സൈഡ് മാത്രമല്ല നമ്മൾ ഗെയിമിൽ നോക്കുക. ശരിക്കും ആളുടെ മെൻ്റൽ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ വരുന്ന ഒരു മെയിനായിട്ടുള്ള റോളാണ് പെർഫോമൻസ് അനലിസ്റ്റ്. അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാച്ചസ് അനലൈസ് ചെയ്യുക, ഇപ്പോൾ ഒപ്പണൻസിൻ്റെ മാച്ചായാലും അനലൈസ് ചെയ്യുക, അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് അനലൈസ് ചെയ്യുക. ഇതൊക്കെ വെച്ച് നമുക്ക് തന്നെ കോച്ചസിന് ഇപ്പോൾ ടാക്ടിക്സ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രെയിനിങ് എന്തൊക്കെ ട്രെയിനിങ്സാണ് കൊടുക്കേണ്ടത് പ്ലേയേഴ്സിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അനാലിസിസ് വഴി ചെയ്യാൻ പറ്റും. അതാണ് ഈ പെർഫോമൻസ് അനലിസിൻ്റെ റോൾ മെയിനായി ചെയ്യണത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള മൊഡ്യൂൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ വർക്കും ഡിഗ്രി സൈക്കോളജിയാണ് ചെയ്തത്. രണ്ടെന്ന് പറഞ്ഞാൽ മെയിൻലി ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഒരു കോച്ച് എന്നുള്ള രീതിക്ക് നോക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്ലെയറായിട്ട് ഒരു ഇൻട്രാക്ഷൻ വേണം. നമുക്ക് അവരെ പറ്റി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു പ്ലെയറും വരെയൊക്കെ പെർഫോം ചെയ്യണില്ല, ബാഡായിട്ട് പെർഫോം ചെയ്യാണ്, നമ്മൾ അവരുടെ അടുത്ത് എന്താണ് നമ്മളിങ്ങനെ. ഇപ്പം ഞാൻ സൈക്കോളജി സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് രീതിക്ക് നമുക്ക് നോക്കാൻ പറ്റും. പ്ലെയർ എന്താണ്, എന്തുകൊണ്ട് ആ പ്ലെയർ ബാഡായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് നമുക്ക് ആളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വെച്ചിട്ടും ഹ്യൂമൻ ബിഹേവിയർ ആയിട്ട് മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങൾ നമുക്ക് അതിൽ സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതൊക്കെയാണ് ഞാനിപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഗുണങ്ങൾ ഫുട്ബോൾ നോക്കുമ്പോൾ. ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യുന്ന കോച്ചിങ് ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോച്ചിങ് പറയുമ്പോൾ കോച്ചിങ് ലൈസൻസസ് വേണം. ഞാൻ ഓൾറെഡി അടുത്ത ഫസ്റ്റ് ലെവൽ എടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ CBA പ്രോ അങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ CB എന്നുള്ളത് യൂണിവേഴ്സിറ്റിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു സ്കോട്ടിഷ് FA ആണെന്ന് തോന്നുന്നു, അവർക്ക് അതിനായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ. B ലൈസൻസ് വരെ ഹെറാൾഡ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആദ്യം മുതൽക്കേ. ഇപ്പോൾ കോൾസൊക്കെ ഭയങ്കര അറ്റൻഡ് ചെയ്യുമായിരുന്നു എൻ്റെ കോൾസിനൊക്കെ. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻ്റർവ്യൂ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സാറിനായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ക്യാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരാൾ വരുന്നു, അവിടുത്തെ സാറിനായിട്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറ്റും. പക്ഷേ ആ കാര്യത്തിൽ ഹെറാൾഡ്സ് എനിക്ക് പേഴ്സണൽ ട്രെയിനിങ് തന്നു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആളാണ് എനിക്ക് പേഴ്സണലായിട്ട് ട്രെയിനിങ് തന്നിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ.